हुकुम टाइगर का हुकुम எப்படி இருக்கு? சூப்பர், நல்லா இருக்குது. താങ്ക് യു. രജനീകാന്ത് എന്താ പേര്? രാജേഷ്. രാജേഷ്. അയ്യോ എവിടെ സ്ഥലം? അയ്യോ ആ പവറൊക്കെ പോയി. അല്ലാതെ അല്ല, അതാദ്യമേ പറഞ്ഞിട്ടാ വന്നത്. ആ, ഇപ്പൊ ഇവിടെയും ചാർജ് പോയാ സത്യം. പെട്ടെന്ന് രാജേഷ്. എവിടെയാ ചേട്ടൻ ഞാൻ തല? പെട്ടെന്നൊരു ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നേ. ഇതുപോലെ ഒരു ചാനലിന്റെ ഷൂട്ടിന് ഞാൻ പോവുകയാണ്. അപ്പൊ കുറെ ഫിഗർ പരിപാടി നടക്കുന്നു. അപ്പൊ രജനി സാറിനെ കൊണ്ടുവന്നു. രജനി സാറിനെക്കാൾ വെയിറ്റും ഫുൾ ഇതുമായിട്ടുള്ള ഒരാള് എനിക്ക് ടൈമില്ല നടക്കുന്നതും അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പൊ ഒരു പോഷ് വണ്ടി കൊണ്ടിട്ടേക്കാണ്. അപ്പൊ അതിലാണ് പുള്ളിയുടെ ഇൻട്രോ. അപ്പൊ പുള്ളി ഫ്രണ്ടിൽ കയറുമാ ബാക്കിൽ കയറുമാ, സാർ മുന്നടിയാ പിന്നാടിയാ, ഇല്ല സാർ ഇഷ്ടം പോലെ എവിടെയാണെന്ന് വെച്ചാൽ ആ പിന്നാടി ഇരിക്ക എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഈ ജാടയൊക്കെ കണ്ട് ഒറിജിനൽ രജനീകാന്തിന് പോലും ഇത്രയും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാം, ഇതിന്റെ ഓട്ടോ റിവേഴ്സ് ഇട്ട് ഇതിലിട്ടിട്ട് ആര് ഈ വണ്ടി കൊണ്ടുവന്ന ആള് ഇത് ഇട്ടപ്പോഴും ഇത് വണ്ടി ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്റെ വീട് എവിടെ? തിരുവനന്തപുരത്ത്. എന്തൊരു ജാടായിരുന്നടാ. അണ്ണാ അവന്റെ വേറെ പറ്റുണ്ട്. ആ രജനീകാന്തിന്റെ അവൻ രജനീകാന്തായിട്ട് സ്റ്റേജിൽ വരും. സ്റ്റേജിൽ വന്നിട്ട് ഒരു ഭയങ്കര ഐറ്റമാണ്. സിഗരറ്റ് എടുത്ത് രാജേഷ് ഇതിന്റെ രാജേഷാണ് പേര്. ആ സിഗരറ്റ് എടുത്ത് വെച്ചിട്ട് ഡ്യൂപ്പല്ല രാജേഷ് ഇങ്ങനെ എടുത്ത് കത്തിക്കും. കത്തിച്ചിട്ട് സിഗരറ്റ് കത്തും. തീപ്പട്ടിയുടെ കവർ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി വീഴും. തീരം വീഴും. അങ്ങനെ ഇവ എന്തല്ല എപ്പോഴും അങ്ങനെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്നു ഫ്രണ്ടില് പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിരുന്നു. തീപ്പട്ടി എറിഞ്ഞത് ചാടി അങ്ങ് പിടിച്ച് നോക്കി തീപ്പട്ടി തുറന്നപ്പോ അവന്റെ ഫോൺ നമ്പർ എഴുതി മടക്കി എടുത്ത് ഈ പുള്ളിക്കാരൻ രാജേഷ്. എറിഞ്ഞ ആ പറഞ്ഞ രാജേഷ് ഇതാണെന്നാ തോന്നുന്നേ. പേരെന്താ അല്ല, പറഞ്ഞേ? രാജേഷ്. സുരാജ് നിങ്ങളാണോ ആ ചാനലിന്റെ പരിപാടിക്ക് വന്ന്? ഇല്ലില്ല.